മലയാളി മിനി സ്ക്രീൻ ഓഡിയൻസിന്റെ ഇഷ്ടപ്പെട്ട വില്ലനായ ഋഷിയാണ്. ദേവദ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഈ ഓണക്കാലത്ത് ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ എന്ത് പറയും? ഓണത്തിനും വിഷുവിനും ഇന്നേ വരെ ഞാൻ സെറ്റിൽ ഉണ്ടായിട്ടില്ല. എവിടെ ഉണ്ടാവും? കാശിയിലൊന്നും പോയി? അല്ല ഞാൻ ഒന്നെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ എടുക്കാൻ നല്ല ഫ്രണ്ട്സ്. അപ്പോൾ ഓണത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി പറയാണ്. ചെറുപ്പത്തിലായിരുന്നോ നല്ല മെമ്മറി അതോ ഇപ്പോഴാണ്? ചെറുപ്പത്തിൽ അത് മാത്രമേ ഉള്ളൂ മെമ്മറി ആയിട്ട്. വളർന്നു കഴിഞ്ഞപ്പം ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി? സീരിയലിലെ നായകന്മാരായ പല സുന്ദരന്മാരും റിയൽ ലൈഫിലെ വില്ലന്മാരായിരിക്കണം. അതിലെൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്, അതിനൊരു കാരണമുണ്ട്. എല്ലാ കള്ളന്മാർക്കും ഓരോ കാരണമുണ്ട്. അല്ല, അങ്ങനെയല്ല, വില്ലന്മാർക്ക്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാരും വില്ലനായിട്ട് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? എന്താ കണ്ട നായകനാന്ന് തോന്നില്ല? കാണാനൊക്കെ ഭംഗിയുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ നമ്മൾ ക്യാരക്ടർ ആവാഹിച്ചെടുത്തിട്ട് പേഴ്സണലി പറയാണ്, നമ്മളതിന് ഇറങ്ങണം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പരിക്കുകളേൽക്കും. അങ്ങനെ ചെയ്യരുത്. അപ്പം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്യാരക്ടർ സീരിയലിൽ തന്നെ വെക്കണം. ഇങ്ങനെയാണോ? നമുക്ക് ആരെ തിരിച്ചറിയാൻ പറ്റും? പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പലരും ഉള്ളൊരു നാണവും മാനവും ഇല്ലാത്ത കുറേയാണ്. ഇവരെന്നെ തെറി വിളിക്കുന്നതിന്റെ കാരണം എനിക്ക് അറിഞ്ഞാ കൊള്ളാം. അല്ല, ദേവന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ എന്നെ തെറി വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു റീൽ ഇടാൻ പറ്റില്ല, നമ്മൾക്കൊരു സെൽഫി ഇടാൻ പറ്റില്ല. എന്താണ് ബന്ധം? എനിക്കിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറയണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? നീ ഇവനെ കെട്ടിക്കോ, മുടിഞ്ഞു പോവട്ടെ. പൊതുവെ ദേഷ്യക്കാരനാണോ ഭയങ്കര സമാധാനപ്രിയനാണ്? ഞാൻ തരുന്ന സമാധാനത്തിനെ കുറിച്ച് എന്താണ്? നല്ല സമാധാനം, വളരെ മികച്ച അഭിപ്രായം. ഹായ്, ഹലോ, വെൽക്കം ടു സീരിയൽ ടുഡേ. ഇറ്റ്സ് മീ നിമിഷാറാം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് മലയാളി മിനി സ്ക്രീൻ ഓഡിയൻസിന്റെ ഇഷ്ടപ്പെട്ട വില്ലനായ ഋഷിയാണ്. ദേവദ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സുഖമായിരിക്കണോ? ഓ, സുഖം. പറയൂ, എന്താ നമ്മുടെ പ്രിയപ്പെട്ട വില്ലൻ എന്നൊക്കെ പറയില്ലേ? അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, വില്ലനാണോ നായകനാണോ? ഞാനോ? ജീവിതത്തിൽ വില്ലനാണോ നായകനാണോ? ആയിരിക്കും, വില്ലനായിരിക്കും. പലരും ലൈഫിൽ ചിലപ്പോൾ വില്ലനായിരിക്കും ഞാൻ. സീരിയലിൽ ഇപ്പോൾ കയറിയത്തോളം ചെയ്ത വർക്കിലെല്ലാം വില്ലനാണ്. പിന്നെ ഒരു വർക്കിലാണ് ഒരു നായകനായിട്ട് ഒന്ന് ഗസ്റ്റ് റോളിൽ വന്ന് പോയത്. നമ്മുടെ മഴവിൽ തന്നെ ചെയ്ത ഒത്തിരി സ്വപ്നങ്ങൾ അല്ലേ? അത് പിന്നെ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഗമോദേവി ഫ്ലവേഴ്സിൽ വില്ലനായിട്ട് വന്നത്. എൻട്രി ഗീതാഗോവിന്ദൻ എന്നിട്ട് ഏഷ്യാനിലൊരു സീരിയലുണ്ടായിരുന്നു, അതിലും വില്ലനായിട്ട്. അത് കഴിഞ്ഞ് വന്നത് സൂര്യ ടി വിയിൽ പ്രേമപൂജ, അതിലും വില്ലനായിട്ട്. ഇപ്പം എല്ലാവർക്കും ഇപ്പം പേഴ്സണലി എനിക്ക് ദേവനെ അറിയാം, പക്ഷെ എന്നാലും പ്രേക്ഷകർക്ക് ഒരുപാട് അറിയില്ല എങ്ങനെയാണ് ഈ സീരിയലിലോട്ട് വരുന്നത്, ഇനീഷ്യലി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. എനിക്ക് ഫസ്റ്റ്, അതായത് പേഴ്സണലി അറിയുന്നതിന് മുന്നേ ഗീതാഗോവിന്ദത്തിലൂടെയാണ് അറിയുന്നത്. അതായത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ഇനീഷ്യലി ഏത് സീരിയലിലാണ് വന്നത്? അതെ, തുടക്കം അതാണ്, ഗീതാഗോവിന്ദം. എങ്ങനെയാണ് സീരിയലിലോട്ട് വരുന്നത്? എങ്ങനെയാണ് വന്നു വെച്ചാൽ, സിനിമയാണല്ലോ എല്ലാവരും പൊതുവെ നമ്മുടെയൊക്കെ കുറേ ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയപ്പോൾ ആദ്യം സിനിമ സ്വപ്നം കണ്ടിട്ടല്ലേ. ഞാനും അതുപോലെ ഒരു സിനിമ പ്രേമിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നത്തിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഷെയർ ആയി പോയിട്ട് അങ്ങനെ ഏതോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് വിളി വരുന്നതാണ്. അതിന് മുന്നേ ഞാൻ സി കേരളത്തിൽ ഡോക്ടർ ജനാർദ്ദൻ സാർ പാർവതി എൻ്റെ ഒരു സീരിയൽ, അതിന് വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ജസ്റ്റ് ഒരു കാസ്റ്റിങ്ങിൻ്റെ ഇതിന്, എനിക്ക് തോന്നുന്നു ട്രയൽ ഷൂട്ട് എന്തോ. അങ്ങനെ ഞാൻ പോയി. അത് ഇവിടെയായിരുന്നു, മെറിലാൻഡ് സ്റ്റുഡിയോ ട്രിവാൻഡ്രത്ത്. അതിലേക്കുള്ള ജേണിയൊക്കെ ഭയങ്കര സ്ട്രഗിളാണ്. അപ്പോൾ ഞാൻ കൂടുതൽ കഥകളൊന്നും പറയണില്ല, അറിയാലോ ഏകദേശം നല്ല. അപ്പോൾ അങ്ങനെ പോയി. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്തോ സാർ ആ പ്രൊജക്റ്റ് ഒഴിവാക്കി തോന്നണം. സാർ എനിക്ക് അതിൻ്റെ ക്ലിപ്പ് അയച്ചു തന്നു. അതായത് ഞാൻ ചെയ്തതിൻ്റെ മോക്ക് ഷൂട്ടിൻ്റെ ക്ലിപ്പ് എനിക്ക് അയച്ചത്. അപ്പോൾ എനിക്കതൊരു അസറ്റായിട്ട് സാർ പറഞ്ഞ് ഭാവിയിൽ ആവശ്യം വരും കയ്യിൽ വെച്ചു, ഓഡീഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എനിക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസും അല്ലേ. അപ്പോൾ ഞാനത് ഓക്കെ. ആ സമയത്താണ് ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ ഒരു പ്രൊഡക്ഷൻ. ഗീതാഗോവിന്ദൻ എന്ന് പറയുന്ന സീരിയലിൽ സെക്കൻഡ് ഹീറോ ആയിട്ടാണല്ലേ വിളിച്ചത്? ആക്ച്വലി ഫസ്റ്റ് ഹീറോ സാജൻ ചേട്ടനും, സെക്കൻഡ് ഹീറോ ഹാൻഡി ഹീറോ എന്നാണോ പറയാം, അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹീറോ എന്നുണ്ട്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അറിയാം സാറേ, ഇപ്പം ഞാൻ വന്നിട്ട് അത് ഞാൻ അവിടെ വരെ വന്ന് ഇത് ചെയ്ത് നിങ്ങൾക്കും എനിക്കതൊരു ബുദ്ധിമുട്ട്, ഞാൻ ഈ ക്ലിപ്പ് അയച്ചു തരാം, അത് ഓക്കെയാണ് സാറിനെ വിളിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ
പുള്ളി പറഞ്ഞു ഓക്കെയാണ്, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആക്ടിങ്ങിൻ്റെ ABCD അറിയാതെ പോയതാണ് ഇപ്പോഴും. അപ്പോൾ ഇപ്പോഴും പക്ഷെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയണ്ട. നോക്കി എൻ്റെ മുന്നിൽ എനിക്കിങ്ങനെയുണ്ടല്ലോ, ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയ ചാൻസിൽ പിടിച്ചെടുത്തിട്ട് ചോദ്യം ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു. അല്ല, വൻ യാത്രയായിരുന്നു. ഞാൻ പറയട്ടെ, ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സീരിയൽ എത്രയൊക്കെ സീരിയൽ ചെയ്താലും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഏഷ്യാനെറ്റിൽ ആര് സീരിയൽ ചെയ്താലും ബാക്കി എല്ലാ ചാനൽസിനും ഓഡിയൻസ് ഉണ്ട്, പക്ഷെ അറിയപ്പെടുന്നത് കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ ഗീതാ ഗോവിന്ദത്തിലെ ക്യാരക്ടറിന്റെ വിനോദ്, അതില് എനിക്ക് തോന്നുന്നു സാജൻ ചേട്ടന്റെ ബ്രദർ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു അല്ലേ. സാജൻ ചെയ്ത സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, വൈഫിന്റെ അനിയൻ, സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, രണ്ടും അങ്ങനെ തന്നെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു വില്ലത്തരം എന്തോ ഉണ്ടായിരുന്നു ഇല്ല. അതിലും ഒരു വില്ലൻ ക്യാരക്ടർ എനിക്കറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാരും വില്ലനായിട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്താ കണ്ട നായകനാന്ന് തോന്നില്ല, കാണാനൊക്കെ ഭംഗിയുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് വില്ലത്തരം ചെയ്യാൻ ഇഷ്ടാ സത്യം. അല്ല ജീവിതത്തിലല്ലേ, ഇതില് സീരിയലിലെ കാര്യം പറഞ്ഞു. എനിക്ക് അങ്ങനെ ചെയ്ത് കേട്ടിപ്പോ ജീവിതത്തിൽ അങ്ങനെ ആയോന്ന് എനിക്കറിയില്ല. അത് ആ ക്യാരക്ടറിന് ഇറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചില സമയത്ത് ആ ക്യാരക്ടറിന്റെ ഉള്ളിൽ നിൽക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ ക്യാരക്ടർ ആവാഹിച്ചെടുത്തിട്ട് പേഴ്സണലി പറയാണ്, നമ്മൾ അതിന് ഇറങ്ങണം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പരിക്കുകളേൽക്കും. ഞാൻ ആ ബിഹേവിയർ പഠിച്ചുകൊണ്ടിരിക്കുക, ആക്ടിങ് അല്ല, ആ ബിഹേവിയർ പഠിച്ച് അതിലേക്ക് അങ്ങോട്ട് എന്താ പറയുക ഉൾക്കൊണ്ട് അതെങ്ങനെ, കാരണം ക്യാമറേൻ്റെ മുമ്പിലെത്തുമ്പോൾ നമ്മളത് ചെയ്യണ്ടേ. അപ്പം നമ്മൾ ഓൾറെഡി അതിനുള്ളൊരു പ്രാക്ടീസിലാണ്. അങ്ങനെ ചെയ്യരുത്, അപ്പം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ, മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ക്യാരക്ടർ സീരിയലിൽ തന്നെ വെക്കണം, നമ്മൾ ജീവിതത്തിൽ അത് ചെയ്യരുത്. ഇല്ല, ഞാൻ ജസ്റ്റ് കിഡിങ് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പം ആൾക്കാർക്കും ശരിക്കും വില്ലനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗീതാ ഗോവിന്ദം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രൊജക്ട് പെട്ടെന്ന് തന്നെ വന്നോ? ഇല്ല, കുറച്ച് പ്രോബ്ലം ഇഷ്യൂ ഒക്കെ ഞാൻ അങ്ങനെ ആ ഗീതാ ഗോവിന്ദം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ഇഷ്യൂ, എനിക്കിപ്പം ഒരു പക്ഷെ ഇപ്പം എടുത്ത് പറയണ്ട, നമുക്ക് ടൈം ആകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലേ. ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം എന്താണ് ഇൻഡസ്ട്രിയിൽ, പിന്നെ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ വരികയാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടോ എന്നൊന്നും അറിയണ്ട, പക്ഷെ ഇൻഡസ്ട്രിയിൽ നിന്ന് ബാൻ ചെയ്യുക അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാണ്ടിരിക്കുക. എന്തായിരുന്നു അതിനുശേഷം സംഭവിച്ചത്? അതിനുശേഷം എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രഗിളായിരുന്നു മൊത്തത്തിൽ. അറിയാലോ, ഇപ്പം നമ്മൾ വിശ്വസിച്ച പലരും നമ്മൾ കൂടെ ഉണ്ടാവും നിൽക്കുക, അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ പഠിച്ച് ഈ ഫീൽഡിൽ വന്നതിന് ശേഷം നമ്മളൊരാളും പ്രതീക്ഷിച്ച് നിൽക്കരുത്. അല്ലെങ്കിൽ നമുക്കൊരു വീഴ്ച പറ്റുമ്പോൾ നമ്മളിപ്പോൾ ആരോടൊക്കെ എത്ര സ്നേഹം കാണിച്ചാലും അവർ നമ്മളെ കൂടെ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മളൊരാളെ ദ്രോഹിച്ചു നിരച്ചോ, ചിലപ്പോൾ അവർ നമ്മളെ കൂടെ നിൽക്കാം, മേ ബി അതവരെ മനസ്സുപോലെ. അപ്പോൾ ഒരാളും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ നിമിഷയ്ക്ക് കുറേ ഹെൽപ്പ് ചെയ്ത്, നാളെ നിമിഷം എൻ്റെ കൂടെ തിരിച്ചും നിൽക്കാൻ നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ അതിന് നിർബന്ധമില്ല. വിശ്വാസം അതല്ലേ എല്ലാം, അവിശ്വസിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിശ്വസിച്ചിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് കുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇഷ്യൂ വരുമ്പം. ഇപ്പം ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് ആക്ടേഴ്സ് തന്നെ ഒരു പ്രോബ്ലം വന്നപ്പോൾ കൂടെ നിന്നിട്ടില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നു എന്ന് നടിച്ചിട്ട് തിരിച്ചു കുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുക അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പണി വന്നിട്ടുണ്ട്, മനസ്സിലായോ? ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഒരുപാട് ആക്ടേഴ്സാണ് ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മുടെ മുന്നിൽ എന്നും വരുന്ന ആൾക്കാരാണ് അല്ലേ. ഇത് ജീവിതത്തിലെ സീരിയലിലെ നായകന്മാരായ പല സുന്ദരന്മാരും റിയൽ ലൈഫിലെ വില്ലന്മാരായിരിക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടേ. എൻ്റെ അഭിപ്രായം അതിലെൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്. തിരിച്ചും വില്ലത്തരം കാണിക്കുന്നവരെല്ലാം നല്ലവരാകാം എന്നും പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് അല്ലേ. കുറേ ആൾക്കാർ ഈ പറഞ്ഞാൽ ചായം പൂശി അതിൻ്റെ കൂടെ തന്നെ അവരെ ക്യാരക്ടർ മറച്ചു വെച്ചിട്ട് അഭിനയിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ ഞാൻ എന്തൊക്കെ തെറിയാക്കേണ്ടി വരും തമ്പുരാനറിയാം. കുഴപ്പമില്ല, ഒന്നും കട്ട് ചെയ്യില്ല, പേടിക്കണ്ട കേട്ടോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. അല്ല, എന്നിട്ട് ആ ഒരു ഇഷ്യൂ നടക്കുന്നു, എന്നാൽ അതൊക്കെ ഒരു കാമായിട്ടൊന്ന് സെറ്റിലായി എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. എന്നാൽ പോലും നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ എന്തായാലും സത്യം ഒരു, ഞാൻ എന്നും പറയുന്നതാണ്, നമ്മുടെ ഭാഗത്ത് ഉള്ളതുകൊണ്ടായിരിക്കണം ഞാനിപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നതിന് റീസൺ. എനിക്കെതിരെ അല്ല, ഇതിന് മുന്നേ ഈ സീറ്റിലിരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു ഭാഗത്ത് സത്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും പുറത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നേ ഞാൻ ജയിലിലായനി, ഇപ്പം ഞാൻ ജയിലല്ലേ, എന്തുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത്. അതേ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദയവേ തന്നെ തെറി വിളിക്കരുത്. കാരണം നമ്മളിപ്പോൾ അത്രമേൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ജയിലിലാണല്ലേ ഇരിക്കേണ്ടത്, പുറത്തിങ്ങനെ വിലസി നടക്കാൻ പറ്റില്ല. എന്നാലും ഈ എന്നൊക്കെ തെളിയൂലേ. ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഞാൻ വെറുതെ അങ്ങനെയാണ് പറയുന്നതിലൊന്നും കാര്യമില്ല. അതൊക്കെ അതിൻ്റെ രീതിക്ക് പോട്ടെ. അതെ. അതിനുശേഷം ഈ പ്രേം പൂജ, അതൊരു 6 മാസത്തെ ഗ്യാപ്പ്. അതായത് ഞാൻ ഗീതാഗോവിന്ദം ഇറങ്ങി കറക്റ്റ് ഒരു 6 മാസം കഴിഞ്ഞപ്പം കണ്ണൻ മേട്ടുക്കട ബി ട്രാക്സിൻ്റെ വർക്കാണ്, SS ലാൽ ഡയറക്റ്റ് ചെയ്ത്.
അതിലെനിക്ക് നല്ല ഇതുപോലെ കുറേ നല്ല ബന്ധങ്ങൾ. കാരണം ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ആ ഫീൽഡിൽ കയറാൻ രണ്ടാമത് പേടി. കാരണം ഇങ്ങനെയാണോ, നമുക്ക് ആരെ തിരിച്ചറിയാൻ പറ്റും, പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പലരും ഉള്ളൊരു, എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, നല്ല ആൾക്കാരുണ്ട്. ഞാൻ പറയാം, ഈ വീട്രാക്സിൽ കയറിയപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. എൻ്റെ കൂടെ ഇപ്പോഴും അവരൊക്കെ ഉണ്ട് പല ആവശ്യങ്ങൾക്കും. പിന്നെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരാളെയും അടുത്ത് പോകാറുമില്ല. അങ്ങനെയാണ്. അത് ഞാൻ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്ന ആളൊന്നുമില്ല. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇത് എൻ്റെ ഫ്രണ്ട്സ് അവർ വിചാരിച്ചിട്ടാണ് അവരെൻ്റെ ഫ്രണ്ട്സായിട്ട് ഇരിക്കണേ. മനസ്സിലായോ? ഞാൻ ഒരാളെ ഒരാളെ ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇതിനു വേണ്ടി ഞാൻ കീപ്പ് ചെയ്യുന്ന ആളല്ല. ഇപ്പോൾ പോലും ഞാനൊരു സ്ഥലത്ത് പോയി, ഞാൻ എവിടെ പോയിന്ന് എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഫോൺ പോലും ഓഫാക്കിയിട്ട്. ഇപ്പോൾ കൂടുതൽ പലരും പറയും പോയി കഴിഞ്ഞാൽ ബന്ധമില്ല, ചിന്തയില്ല. ശരിയാണ്, ഞാൻ ചിന്തിക്കാറില്ല, ബന്ധപ്പെടാറില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു സ്പേസ് അങ്ങനെ അവിടെ അപ്പം ആരാണോ കൂടെ അവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിരിക്കുക. നല്ല റോൾസ് ആണ് ഈ ഒറ്റ ശിഖരത്തില് നായകനായിട്ടാണ് അശ്വതി രാഹുലിന്റെ. അത് തുടക്കത്തിലൊരു കാമുകൻ നായകൻ. പക്ഷെ അത് എന്നോട് പറഞ്ഞ കുറെ കാലത്തേക്കുള്ള റോളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞില്ല, പ്രേമപൂജ എല്ലാം ചെയ്യുന്ന സമയത്ത് കുറെ കാലത്തേക്കുള്ള റോളാ പറഞ്ഞ് ചെയ്ത്. പക്ഷെ അതൊരു നോവൽ ബേസ്ഡാണ്. അതായത് ജോയ്സി സാറ് സ്ക്രിപ്റ്റ് ജോയ്സി സാറ് നോവലായിരുന്നു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ത്രില്ലി. കാരണം ചെറുപ്പത്തിൽ അമ്മ മനോരമയിലോ മംഗളത്തിലൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ജോയ്സിയുടെ നോവൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആ ഹെഡിങ്സ് മാത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ജോയ്സി സാർ സീരിയലോ ആ ഒരു ത്രില്ലിൽ ഓടി കയറിയതാണ്. 3-4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ നായക വേഷം. കാരണം പെട്ടെന്ന് ഒരു പാട്ട് പാടി അത് എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഒരു ലോങ് ടേം ആയിട്ട് വിളിച്ചു, പക്ഷെ ഒരു 3-4 ദിവസത്തിൽ തന്നെ അവര് വൈൻഡപ്പ് ചെയ്യും. അത് മനഃപൂർവ്വം അല്ല. സംഭവം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പലരും വില്ലിങ് ആയില്ലെങ്കിൽ കഥ കേട്ടപ്പോൾ. കാരണം വന്നു പോണ ക്യാരക്ടർ, ഇതൊരു വലിയ സീരിയലല്ലേ, വലിയ സീരിയലാകുമ്പോൾ ഒരുപാട് നല്ല റോളുകൾ വരും. അപ്പോൾ പലരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കണം. ഞാനതറിയില്ല. എന്നോട് പറഞ്ഞാൽ മുഴുനീള പറയുന്നത് ക്ലിയർ അല്ലേ, മുഴുനീള ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നായകൻ. അപ്പോൾ ഓടിക്കയറിയത്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കഥയാണ്, ഈ ആൾ മരിച്ചു പോകും, ഭാവിയിൽ വേറെ ക്യാരക്ടേഴ്സ് വരും എന്ന് പറഞ്ഞാൽ ഞാനും വെയിറ്റ് ചെയ്തേനെ. അപ്പോൾ എന്നെ വിളിച്ച് പ്രൊഡക്ഷൻ കണ്ടോൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയി എന്നോട് അതിന് ശേഷം. കാരണം ഇങ്ങനെ ആയല്ലോ. അങ്ങനെ ആ പുള്ളിയുടെ തന്നെ വേറൊരു വർക്കാണ് സുഗമോ ദേവി, ഫൈസൽ അടിമാലി സാറ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ കയറിയപ്പോഴാണ് ആക്ടിങ്ങിനെ കുറിച്ചും ആക്ടിങ്ങിനെ കുറിച്ച്, ഞാൻ ഫീൽഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചു തുടങ്ങിയത്. അതായത് സാർ കറക്റ്റ് ഒരു സ്പേസ് തരും അഭിനയിക്കാൻ. മറ്റ് പല ഡയറക്ടേഴ്സിൻ്റെ അടുത്തും എനിക്ക് അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് അത്ര കംഫർട്ടായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ കഴിവുകേടായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. പക്ഷേ സാർ അങ്ങനെയല്ല. സാർ നമ്മളങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ബാക്കി സജഷൻ തരിക. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഡയറക്റ്റ് നമ്മളെ ക്യാമറമാൻ്റെ ഗുണ സാറ്. അപ്പോൾ സാറിങ്ങനെ നോക്കി, ഗുണ റെഡിയാണോടാ, വേറൊരു സാധനം. അതായത് ഇവർക്കുള്ളിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്ന ഈ വർക്കിൽ. അങ്ങനെ പാരയായിട്ടൊന്നും എനിക്കാരും. സുഗമോ ദേവി അത് എസ്പെഷ്യലി ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ആർദ്രദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഓൾസോ ഈ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ പുള്ളിക്കാര്യത്തിനെ കൂടെ നിർത്തുന്ന ഒരു സീരിയലാണ് ഫൈസൽ അടിമാലി സാർ ആണെങ്കിൽ പോലും. അതായത് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഒന്നും ചിക്കി ചെകയാതെ ആളുടെ ഒരു കഴിവ് പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നത്, തുടർന്ന് റോൾ കൊടുക്കുന്നത്. അതിൽ ഈ സുഗമോ ദേവിയുടെ ക്രൂ മെമ്പേഴ്സിനെ പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ജെന്യുവൻ ആയിട്ടുള്ളൊരു ഉത്തരം. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ വലുതാക്കി പറയാൻ തോന്നണില്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പലരും പറഞ്ഞിട്ട് കയ്യിൽ സത്യം ഉണ്ടാവുമല്ലോ. കാരണം വെച്ചാൽ ഞാൻ ലാസ്റ്റ് ടൈം സാറായിട്ട് ഞാനങ്ങനെ ആരായിട്ടും അധികം സംസാരിക്കാത്ത ആളാണ്. മീൻസ് പണ്ട് വർക്ക് ചെയ്ത സമയത്ത് എല്ലാവരുമായിട്ടും നല്ല ക്ലോസ് ആയിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ പലരും നമ്മളെ ചിത്രീകരിച്ചൊരു ഇത് വേറെ ആയിരുന്നു. ഇത് എപ്പോഴും സംസാരിച്ച് നടക്കുക. ഈ പണി കിട്ടിയപ്പോൾ ഞാൻ എന്താക്കി, ഒന്ന് ഒതുങ്ങാന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിച്ചാൽ അതേ രീതിക്ക് ഞാൻ തിരിച്ച് സംസാരിക്കും. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ മാറിയിരിക്കും. അപ്പോൾ പലരും ചാടയാണ് മറ്റാണ് പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, ഞാൻ വാട്ടവർ അതെല്ലാം പറയുന്നുള്ളൂ, അല്ലാതെ വേറെ ചീത്ത പേരൊന്നും വരില്ലല്ലോ, ചാട അടക്കട്ടെ. പക്ഷെ അപ്പോൾ പൊതുവെ ആ ഒരു സ്വഭാവം എൻ്റെ കയ്യിൽ വന്നു. അതായത് എല്ലാവരോടും ഒരു മിതമായ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്ന് തുടങ്ങിയപ്പോൾ ഇതുപോലെ പലരും വിലയിരുത്താൻ തുടങ്ങി. അപ്പോൾ ഈ സാറെടുത്ത് ഞാനിപ്പോൾ ലാസ്റ്റ് സാറിനെ വിളിച്ച് ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കാം. പുള്ളി എനിക്ക് കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ പറയാം, ഇങ്ങനെ കാര്യം. അപ്പോൾ ഞാൻ തിരിച്ച് സാറിന് ക്ലാസ് കൊടുക്കുക കേട്ടോ, പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പുള്ളിക്ക് അപ്പോഴാണ് എൻ്റെ ഒരു ഞാൻ എന്താണെന്ന് ഏകദേശം നമ്മൾ സംസാരത്തിലൂടെയുള്ള കൂടുതൽ ഒരാളെ പഠിക്കുക എന്താണെന്നൊരു സാധനം പുള്ളിക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിനക്ക് ഞാൻ ഉള്ളതുകൊണ്ടാണ് നീ ഇതിൽ ഇപ്പോഴും അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയും ശരിയാണ്, അതെനിക്കറിയാം. അപ്പോൾ ഞാൻ പറയും സാറേ എന്നെക്കുറിച്ച് പലരും പലതും പറയിക്കും, സാറൊന്നും വിശ്വസിക്കരുത് പറഞ്ഞു. എടാ ഞാൻ അങ്ങനെ ഒരുത്തനല്ല, എനിക്ക് കണ്ട് മനസ്സിലാവണം എന്താണ് കാര്യം, അല്ലെങ്കിൽ എനിക്ക് തോന്നണം, അവിടെ ഞാൻ തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഒരാളെയും വിലയിരുത്തില്ല എന്ന്. അതാണ് സത്യം പറഞ്ഞാൽ ക്യാരക്ടർ എന്ന് പറഞ്ഞ സാധനം അല്ലേ. അതുണ്ട് സാറിന്.
അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സീരിയലിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ മരിച്ചു പോയിട്ട് പ്രേതമായിട്ട് വരിക, വീണ്ടും വരിക, വീണ്ടും ആൾക്കാർ തട്ടി കളിക്കുക, എന്നിട്ട് ദുബായിലെങ്ങാനും ബാക്ക് ചെയ്തു അല്ലേ. അതിനുശേഷം ഞാൻ ഒരിക്കലും കണ്ടിരുന്നു കേട്ടോ. അപ്പോഴേ ശരിക്കും ഞാൻ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തത്. ആൾക്കാർ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു, ഋഷി എവിടെ പോയി. ഋഷി ദുബായിലോട്ട് പോകുന്നതിന് പകരം കൊച്ചി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റൈറ്ററിനും സാറിനും എനിക്ക് തോന്നുന്നു ഋഷീനെ ഇടയ്ക്ക് മിസ് ചെയ്യിപ്പിക്കണം. ആൾക്കാർ ചോദിക്കണല്ലോ, ഋഷീനെ ഇടയ്ക്ക് മിസ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഋഷിക്ക് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഋഷീനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി നിർത്തും. പക്ഷെ ഋഷീനെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ യൂട്യൂബിലെ കോമന്റ്സ് ഒക്കെ കാണാറുണ്ട്. എന്താണ്, അതിലൊരു നായകനും ഉണ്ട് വില്ലനും ഉണ്ട്. ഇപ്പൊ നായകനെ താഴ്ത്തി പറയല്ല, ഓഫ് കോഴ്സ് വിഷ്ണു നല്ലൊരു നായകനാണ്, അടിപൊളി ക്യാരക്ടറാണ്. അതേപോലെ അതിൽ നന്ദൻ അല്ലേ, നന്ദനും ഋഷി. പക്ഷെ ഈ ഋഷി കൊള്ളാം, ഒരു നന്മയുണ്ട്, അല്ലെങ്കിൽ ഒരു ഹീറോയിസം ഉണ്ടെന്ന് അതിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതായത് ആ ഋഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഒരു നന്മ ഉണ്ട്. ഏത് സമയത്ത് വില്ലൻ നായകനായി വില്ലനായത് അതിനൊരു കാരണമുണ്ട്. എല്ലാ കള്ളന്മാർക്കും ഓരോ കാരണമുണ്ട്. അല്ല അങ്ങനെയല്ല, വില്ലന്മാർക്ക്. അതായത് വ്യക്തമായി അത് ആ സീരിയൽ കാണുന്നവർക്ക് കറക്റ്റ് അതിന്റെ ഒരു സീരിയൽ കാണും. ഞാൻ സീരിയൽ തന്നെ ഉദ്ദേശിച്ചത്, ശരിക്കും അല്ല കേട്ടോ, കുത്തി പറയുന്നത് റൂട്ട് അറിയാം. എന്താ വെച്ചാ അങ്ങനെയാണല്ലോ, എല്ലാത്തിൻ്റെ കാരണമുണ്ട്. അപ്പൊ ആ വില്ലൻ ആയതിനൊരു കാരണമുണ്ട്. അപ്പൊ അതിലൊരു നന്മയുണ്ട്, ആ വില്ലനിലൊരു നന്മ ഉണ്ട്. അതുകൊണ്ടാണ് പലരും അതിനെ സപ്പോർട്ട് ചെയ്യണത്. മുന്നത്തെ ചെയ്ത വില്ലത്തരും ഇങ്ങനെ തന്നെയാണ്, എന്തൊക്കെയോ നന്മ കൊടുത്തിട്ടാണ് ആ വില്ലൻ അവിടെ വെച്ചത്. അല്ലാതെ ഇപ്പൊ പറഞ്ഞ ഈ ഏഷ്യാനിൽ ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചൊക്കെ പുറത്തിറങ്ങി പോലെ തല്ലിട്ടു എന്ന് വിചാരിച്ചു. കാരണം ആ പെണ്ണിനെ ഇങ്ങനെ വല്ലാതെ ഞാൻ എന്താക്കുകയാണ്, പീഡിപ്പിക്കാന്നറിയില്ല, എന്താ ഓരോന്നും പറഞ്ഞു. അതല്ല മാനസിക പീഡനം. അയ്യേ. അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങിയ ആൾക്കാർ എന്നെ പ്രാകും. പക്ഷെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യും, മോനെ നന്നായിട്ട് കിട്ടോ. കാരണം ഏഷ്യാനെറ്റ് അതിനോണ്ട് അറിയാലോ, നമ്മൾ ഏത് റോൾ ചെയ്താലും പെട്ടെന്ന് ക്യാച്ച് ആവും ചെയ്യും. ഒരു 10-20 എപ്പിസോഡ് ഞാനത് ചെയ്ത്. അപ്പം അതിലുള്ള ഒരു ഹൈപ്പ് അത് വേറെ തന്നെയാണ്, എപ്പോഴും പലർക്കും ഓർമ്മയുണ്ട്. ഫസ്റ്റത്തെ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നല്ലേ 10th +2 പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരിക്കും ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത വളരെ നല്ല തങ്കപ്പെട്ട ഇന്നസെന്റ് ആയിട്ടൊരു ഒക്കെ. അതിനുശേഷം ഒന്നും കാണാൻ പറ്റില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് 19 വയസ്സിൽ ഒരു ചെറിയ പയ്യൻ അല്ലേ. അതാണ് ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം അല്ലേ. അതിന്റെ പേരെന്തായിരുന്നു? കാണാത്ത ആൾക്കാർ അപ്പൊ സത്യം പറഞ്ഞ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളില്, ആക്ടർ ആവണമെന്ന്. പക്ഷെ ആക്ടർ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിരുന്നു. വിചാരിച്ചോണ്ടാണ് ആയത്, അല്ലാതെ വിചാരിക്കാതെ ആരുടെ ലൈഫിൽ ഒന്നും നടക്കൂല. ആദ്യം നമ്മൾ വിചാരിക്കണം എന്താണെന്ന്. ഞാൻ ഇതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോൾ കരിയറായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പേഴ്സണലി എന്ത് ചെയ്താലും ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കും പേഴ്സണലി അറിയാം. പക്ഷെ അല്ലാതെ ഒരു ഹേറ്റേഴ്സ് ഓൾസോ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ ഹേറ്റേഴ്സ് വന്നതെന്നാണ് വരുന്നത്? ഹേറ്റേഴ്സ് വന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം അവർക്ക് പിടിക്കുന്നുണ്ടാവില്ല. ഞാനിത് പറയാനുള്ളതിന്റെ എല്ലാരും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ ആർക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാരും സന്തോഷിപ്പിക്കാൻ. ഹേറ്റേഴ്സ് ഇല്ലാത്തവരൊരു ഇത് അറിയാം എനിക്ക്. ഹേറ്റേഴ്സ് ഇല്ലാത്തവർ പറഞ്ഞാൽ അഭിനേതാക്കളാണ് ലൈഫിലെ. അത് കുറേ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എല്ലാവർക്കും നമ്മൾ ഇഷ്ടമായിച്ചോ, അപ്പം നമ്മളല്ലാതായി, മനസ്സിലായോ? അതായത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ബിഹേവിങ് മാറ്റിയിരിക്കുക. അവർക്ക് മുഖം മൂടിയാ. അതിലൊന്നും എനിക്ക് താല്പര്യം. എനിക്ക് അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, രണ്ടും വേണ്ടേ, സുഖം ദുഃഖം വേണ്ടേ. അല്ല, ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം. ഞാൻ സത്യം പറഞ്ഞൊരു ഇൻ്റർവ്യൂ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ പറയാമെന്ന് ഓർത്തിട്ടാണ്. നമ്മൾ ഒരുപാട് റീൽസ് ചെയ്യാറുണ്ട്. ഈ റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് പേഴ്സണലി എന്നെ വന്ന് കുത്തുന്ന വളരെ നല്ലവരായ കുട്ടികളുണ്ട്. എന്തിൻ്റെ സൂക്കേടാണെന്നറിയില്ല, ഇവർക്കൊന്നും ഒരു പണിയില്ലേന്ന് ചിന്തിച്ചിട്ടുണ്ട്. വലിയ പ്രൊഫഷനും ഇതൊക്കെയാണ് കാണുക പ്രൊഫൈലിൽ. പക്ഷെ എൻ്റെ ഒരു അറിവിൽ നല്ല പ്രൊഫഷണൽ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല പണിയുണ്ടാവും. ഞാൻ അത്യാവശ്യം നല്ല പഠിച്ച് നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടും HR ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. എനിക്കൊന്നും നിന്ന് തരാൻ സമയമില്ല. അതിൻ്റെ കൂടെ ഷൂട്ടും കൂടെ ആകുമ്പോൾ ഇല്ല, ഈ പറയുന്ന കുറയ്ക്കുന്ന പട്ടികളോടൊന്നും പറയാൻ സമയമില്ല. ഇവർക്ക് ഇതിന് മാത്രം സമയം എവിടെ നിന്നാണ്? തപ്പിപ്പിടിച്ച് എൻ്റെ പ്രൊഫൈൽ കണ്ട് എൻ്റെ പാവം വീട്ടിൽ പിടിച്ച് കിടക്കുന്ന അപ്പൂപ്പനെ, അമ്മൂമ്മേനെ, എന്നെ, നാട്ടുകാരെ, വീട്ടുകാർ, നാണവും മാനവും ഇല്ലാത്ത കുറേ എണ്ണം. ഇവരെന്നെ തെറി വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ് ദേവേട്ട? എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അല്ല, ദേവേട്ടൻ്റെ പേര് പറഞ്ഞിട്ടാണല്ലോ എന്നെ തെറി വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു റീൽ ഇടാൻ പറ്റില്ല, നമ്മൾക്കൊരു സെൽഫി ഇടാൻ പറ്റില്ല. എന്താണ് ബന്ധം? അല്ല, ഞാൻ ഈ വോട്ടെവർ എൻ്റെ ബ്രദർ ആവട്ടെ, ഫ്രണ്ട് ആവട്ടെ, ടവർ ആവട്ടെ, കെട്ടിയവനാവട്ടെ, എന്താവട്ടെ, എനിക്കിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറയണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അവർക്ക് ആൻസർ കൊടുക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ദേഷ്യം എന്തായിരിക്കും? ഇതാണോ റിയൽ ഫാൻസ് എന്ന് പറയുന്നതല്ല.
അത് ഞാൻ പറയാം. അതായത് ഇതൊന്നും ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകളോ കോളോ ഒന്നുമല്ല. അത് ജെനുവിൻ അല്ല ആൾക്കാർ. ആണെങ്കിൽ ഇപ്പോൾ ഈ തുടക്കം സിനിമയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ലാലേട്ടനും മകളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞൊരു ഇതുണ്ട്, എന്താ ഫേസ്ലെസ് ആൾക്കാർ. അത് പണ്ടും ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ ഈ സംഭവം ഉണ്ട്. അന്ന് പ്രാക്കാണ് പോലും. ഇത് നമ്മളെ കിടന്ന് പ്രാഗോരി. ഇപ്പം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഫേസ്ലെസ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ നമ്മളെ മോശം പറയാം. ഇപ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെയും ഇതുപോലെ പലരും ഫേസ്ലെസ് എന്ന് ഞാൻ പറയില്ല, ഡാഡിലെസ് എന്ന് ഞാൻ പറയുള്ളൂ. അത് ഞാൻ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ട് ഫേസ്ലെസ് അല്ല, ഇത് ഡാഡിലെസ് ആണ്. അതങ്ങനെ കുറേ എന്താ പറയാ, നിർഗുണന്മാർ അത്രേ ഉള്ളൂ, അല്ല നിർഗുണകൾ. അതിന് അത്രയും നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ ഇതൊക്കെ വലിയ ആനക്കാരിയെ തലയിലെടുത്ത് സ്ട്രെസ് അടിച്ച് അല്ല, എനിക്കൊക്കെ 1-2 പ്രാവശ്യം തോന്നുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ അല്ലേ, ഞാൻ ഒന്ന് പറയാറുണ്ട് എന്താ തിരിച്ചു പറയാൻ പോകും. പിന്നെ ഈ തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു കൾച്ചർ ഇല്ലാതെയാണ് ഒരു സെയിം ഫേസ്ലെസ് അല്ല ഒരു കുട്ടി. ഇതിൻ്റെ ഒരു ഐഡി എന്ന് പറയുന്ന ഒരു കുഞ്ഞാറ്റ എന്ന് പറയുന്നതാണ് ഇത് ഐഡി. എനിക്ക് പറയാലോ, എൻ്റെ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇതിന്ന് ലിറ്ററലി അവരുടെ ഫേസ് കാണുന്നുണ്ട്. ഞാനത് നല്ല രീതിയിൽ പോളാപ്പിൽ രജിസ്റ്റർ ഓൾസോ ചെയ്തിട്ടുണ്ട്, കംപ്ലൈൻ്റ് ആയിട്ട്. എന്നെ ഇങ്ങനെ ഈ പറയുന്ന സമയത്ത് നമ്മൾ പല പല പ്രശ്നത്തിലായിരിക്കും ഇരിക്കുന്നത്. നീ ഇവനെ കെട്ടിക്കോ, മുടിഞ്ഞു പോവട്ടെ, 1.5 പ്രാക്ക്. ഈ പ്രാക്കിലൊന്നും വലിയ വിശ്വാസമൊന്നും എനിക്കില്ല. ഒരു പണിയില്ലാത്ത ആൾക്കാരെ പ്രാഗല്ലേ. പക്ഷെ ഞാൻ പറയാണ്, ഈ ലിറ്ററലി അവരുടെ ഒരു ഫേസ് കാണിച്ചുകൊണ്ടോ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ. എന്തിനാണ് ഇതുപോലെ ഒരു സംസ്കാരശൂന്യരായ ആൾക്കാരോട് കമ്പനി ഉള്ളതുകൊണ്ടാണോ, കമ്പനി കൊടുക്കാത്തതുകൊണ്ടാണോ, എന്തുകൊണ്ടാ? ഉറപ്പായിട്ടും കമ്പനി കൊടുക്കാത്തതുകൊണ്ടാണ്. എന്നെ അറിയില്ല ഇവർക്ക്. ഞാൻ എന്താ ഇപ്പം ഈ പുറത്ത് കാണുന്ന കുറേ വീഡിയോസ്, ഇൻസ്റ്റയിലിടുന്ന സംഭവം, പിന്നെ നമ്മളെ സീരിയൽ, ഇതൊക്കെ വെച്ചിട്ടാണ് അവരെന്നെ അളക്കണേ. ശരിക്കും ഇതല്ല ഞാൻ ആണോ? അല്ല. നമ്മൾ ക്യാമറേൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഒരു വ്യക്തിയല്ല ശരിക്കും റിയൽ ലൈഫിൽ, അല്ലേ? അപ്പോൾ കുറേ ഫാൻറ്റസിയിൽ കുറേ ആൾക്കാരുണ്ട് ചെറിയ ഏജ് മുതൽ. അപ്പോൾ ഞാനൊക്കെ തുടക്കത്തിൽ എൻ്റെ അടുത്ത് ഒരു 10 മെസ്സേജ് വന്നാൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. FB ഇൻസ്റ്റയിൽ ഒരു 10 തവണ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കും. എന്നോട് എങ്ങനെ നിൽക്കുന്നു നോക്കിയിട്ട് അതുപോലെ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ. ഇതിപ്പോൾ പ്രൊഫൈൽ നോക്കൂ കേട്ടോ, നല്ല പ്രൊഫൈലാണ്, ഓക്കെ ജെനുവിനാണെന്ന് തോന്നിയാൽ മാത്രം. അല്ല, ഇപ്പൊ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ് പലർക്കും ഡേറ്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അവസരം കിട്ടാത്തതെന്ന് പേഴ്സണലി എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട്. മൈറ്റ് ബി നമ്മുടെ ഒരു കണക്ഷൻ അറിയുന്നോണ്ടായിരിക്കാം, പറഞ്ഞിട്ടുണ്ട്. ആള് ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ സീരിയലിൽ നിന്ന് മാറിയത്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ പറയണോ വേണ്ടയോ? ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള പേയ്മെന്റും, അതായത് ബേസിക് നീഡ്സ് ചോദിച്ച് വാങ്ങി ആക്ടിങ്ങിന് വേണ ഒരു വ്യക്തിയാണ്. ബേസിക് ആയിട്ട് എനിക്ക് ഇത്ര വേണം അങ്ങനെ ഒന്നും ഡിമാൻഡ് ഇല്ല. അല്ലെ എനിക്കിത് വേണം അങ്ങനെ. ഈ സീരിയൽ ഇൻഡസ്ട്രി അറിയാലോ, ഒരാളില്ലെങ്കിൽ 10 പേര് വേറെ ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഈ പറഞ്ഞ കഴിവുകൊണ്ടും പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒരാളെ കാല് പിടിക്കാൻ ഞാൻ പോയിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, അറിയില്ല. അപ്പോൾ ഈ ബേസിക് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സാലറി ഇത് പ്രോപ്പർ തന്നില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയാം ഡേറ്റ് ഇല്ല എന്ന് പറയാം, വേറെ പല ഇതും നമ്മളെ കുറിച്ച് പറയാം. സാലറി വാങ്ങാൻ തോന്നിയാൽ മണിക്ക് പോകില്ല, അത്രേ ഉള്ളൂ. അത് ഞാൻ കൂടുതൽ എനിക്ക് കഥ പറയണ്ടല്ലോ, വേണ്ട. അപ്പം സാലറി കിട്ടുന്ന സമയത്ത്, അതായത് ഈ മാസം വർക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് അടുത്ത മാസം എനിക്ക് പേയ്മെൻറ്റ് തരണം. അല്ല 10 മാസം കഴിഞ്ഞ് അവരുടെ സൗകര്യത്തിനല്ല നമ്മൾ. ഒരാളിത് പറഞ്ഞുണ്ടാക്കിയാൽ മതി അല്ലേ? അപ്പോൾ ബാക്കി എല്ലാവരും ഓർക്കും ഇതാണ് ഒറിജിനൽ റീസൺ, ഇതാണ് പുള്ളി ഡേറ്റ് കൊടുക്കുന്നില്ല, ആ സമയം വേറെ വർക്ക് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ജാടയിലാണ് സംസാരിച്ചത്, പറ്റില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓൾഡ് റെക്കോർഡ് വേണം, ഞാൻ വേണ്ട വേണ്ട, നമുക്ക് അതൊന്നും എൻ്റെ എല്ലാ കോഴ്സും റെക്കോർഡാണ് കേട്ടോ. എന്റെ എല്ലാ കോൾസും റെക്കോർഡാണ്. കാരണം എനിക്ക് ഒരു പണി കിട്ടിയതിന് ശേഷം ആരും വിളിക്കും. കാരണം എനിക്ക് എല്ലാ കോളും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എന്റെ ഫോണിൽ എല്ലാ കോളും റെക്കോർഡാ. ഇത് ഐഫോൺ ആണെന്ന് ഓർത്തിട്ട് എന്നെ വിളിക്കുന്നവരും ശ്രദ്ധിക്കുക, എന്നെ വിളിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ കാര്യം പൊതുവെ എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഇപ്പൊ ഇന്നലെ നാളെ ഇപ്പോ എന്തെങ്കിലും ഒരു ഇത് വന്ന റീസൺ അറിയണല്ലോ, എന്താ റീസൺ. പിന്നെ പറഞ്ഞെന്താ കള്ളത്തരൊന്നും പറയാ പറഞ്ഞു എന്താ എന്തോ ചോദിച്ച എന്റെ അടുത്ത് സീരിയലിന്റെ അല്ല ഡേറ്റ് ക്ലാഷ് ആണ്, അല്ലെങ്കിൽ തരുന്നില്ല. ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ ഓൾറെഡി ഞാനൊരു എനിക്ക് തന്ന ഷെഡ്യൂൾ ഡേറ്റിന്റെ സമയത്ത് ഞാനൊരു വർക്ക് കമ്മിറ്റഡ് ആവുന്നതിന് മുന്നേ ഞാൻ വരെ വിളിച്ച് ചോദിച്ചു, സാർ എനിക്ക് ഇന്ന ഡേറ്റ് ഫ്രീ ആണ്, അവൈലബിൾ ആണ്. കാരണം ആകെ 3-4 ദിവസമേ ഡേറ്റ് ഉള്ളൂ എനിക്ക് ആ വർക്കിന്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്കിനെ കുറിച്ചല്ല, ആ വർക്കിനെ കുറിച്ച്. അപ്പം സാറ് പറഞ്ഞു, പ്രൊഡ്യൂസർ പറഞ്ഞതിനോട് ഓക്കെയാണ് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർക്ക് ആ ഡേറ്റ് കൊടുത്തു. അത് ചെന്നൈയിലുള്ള ടീമിൻ്റെ ഒരു വെബ് സീരീസാണ്. കൊടുത്ത് തലേ ദിവസം ഉണ്ട് ഇന്നെ ഇവിടെ നിന്ന് വിളിക്കുന്നത്, ഏത് സീരിയൽ ടീം വിളിക്കുന്നത്, ഇന്ന ഡേറ്റ് വേണമെന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെ കൊടുത്തുപോയി. അപ്പോൾ അത് പേയ്മെൻറ്റിൻ്റെ പുറത്തല്ല കേട്ടോ ഞാൻ കൊടുത്തത്, ഞാൻ ആ കൊടുത്ത കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നെ മാറ്റാൻ പറ്റുമോ, എനിക്ക് ഇവിടെ ഓൾറെഡി കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അറിയാതെ ഡേറ്റ് ക്ലാഷ് വന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഉദയ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ ചെന്നൈയിൽ നിന്നുള്ള ടീമൊക്കെ വന്നിരിക്കണേ, അങ്ങനെയാണെങ്കിൽ വന്നേ പറ്റുള്ളൂ, ഇതിൻ്റെ കയ്യും കാലം പിടിക്കും പാവം.
അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവരോട് വെച്ച് എന്നെ ഒഴിവാക്കി തരും, എന്നെ മാറ്റിക്കും, എന്നാലും കുഴപ്പമില്ല, പേയ്മെൻറ്റ് എന്തെങ്കിലും വിഷയമില്ല. അപ്പോൾ അവർക്കും ഭയങ്കര, കാരണം വേറെ ഏതോ ആർട്ടിസ്റ്റിൻ്റെ ഇത്. അങ്ങനെ അവസാനം ഞാൻ ചെയ്ത് ഇങ്ങോട്ടുള്ള ഡേറ്റ്, അടുത്തേക്കുള്ള ഡേറ്റ് കൊടുത്തു. എന്നിട്ട് ഒരു നൈറ്റ് മൊത്തം ഞാൻ അങ്ങോട്ട് ഓടണം. എന്നാൽ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ആ ഷൂട്ട്, ഇത് കൊച്ചിയിലാണ് ഷൂട്ട്, ഞാൻ നിൽക്കണ കോഴിക്കോട്. അങ്ങനെ ഓടണം, എന്നാലും കുഴപ്പമില്ല, നമ്മൾ കൊടുത്തൊരു ഇതല്ലേ. പക്ഷേ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ അവർക്ക് ആ ഡേറ്റും വേണ്ട, എന്നാലും മൊത്തത്തിൽ ക്ലാഷായി, വർക്ക് ക്ലാഷായി, ആർട്ടിസ്റ്റുകൾ പിണങ്ങിപ്പോയി, പേയ്മെൻറ്റ് കൊടുക്കാത്ത ഇഷ്യൂ എന്നെല്ലാം കൂടെ വന്നപ്പോൾ പിന്നെ ഞാൻ ഡേറ്റ് കൊടുക്കില്ല എന്നായി. ഇതേ സീരിയലിൽ തന്നെ പല ആർട്ടിസ്റ്റുകളും പിണങ്ങി പോയപ്പോഴൊക്കെ പറഞ്ഞേക്കണത് അവർ ഡേറ്റ് കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും, മോനെ കുട്ട കുഴപ്പമില്ല അറിയും, അപ്പുറത്ത് പോകുമ്പോൾ തിരിച്ച് കുറ്റം പറയുന്ന ആൾക്കാരുള്ള അറിയാലോ. അതെ. പക്ഷെ ഈ കുറേ ഇഷ്യൂ കാരണം ഇപ്പം റീസെന്റ് ഒരുപാട് വർക്ക്സ് നിന്ന് കോള് വരുന്നുണ്ടല്ലേ, കോള് വരുന്നുണ്ട്, നായകനാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റോളാന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ സ്കെഡ്യൂളാന്ന് പറയുന്നു. പക്ഷെ വീണ്ടും ആ അവസരം തെന്നി മാറി പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതിന്റെ പിന്നിലാരാന്ന് അന്വേഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ റീസെന്റ് വർക്ക് പോലും ഞാൻ അങ്ങനെ അന്വേഷിച്ചു പോയിട്ടൊന്നുമില്ല. എന്തിന് വരുന്നത് വരട്ടെ. ഞാൻ പറഞ്ഞേ, ദൈവം സഹായിച്ച ആരോഗ്യമുണ്ട്, പിന്നെ 10 രൂപ ഉണ്ടാക്കാനുള്ള കഴിവുകളുണ്ട്, അത് വെച്ച് ഞാൻ ജീവിച്ചു പോകണം. ഞാൻ പിന്നെ ആർക്കും ഒരു ബാധ്യതയാവാനോ അല്ലെങ്കിൽ എനിക്ക് വർക്ക് പോകണോ. ഇപ്പം എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീ വിളിക്കണം, ഫ്രീ ആകുമ്പോൾ വിളിക്കണം, വർക്ക് ചെയ്യണം. അവരെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ചേട്ടാ ഫ്രീ ആണ്, ഡേറ്റ് ഫ്രീ ആണ്. അല്ലാതെ എനിക്ക് അങ്ങനത്തെ ഇനിയിപ്പോൾ വർക്ക് വന്ന് പോയാൽ പോട്ടെ. ഓക്കെ. ഇനി പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ, ദേവദേവ് എന്ന് പറഞ്ഞ വ്യക്തിനെ ഈ സോഷ്യൽ മീഡിയയിൽ അറിയുന്നതല്ലാതെ പൊതുവെ ദേഷ്യക്കാരനാണോ, ഭയങ്കര സമാധാനപ്രിയനാണോ? സമാധാനപ്രിയനാ, സത്യമായിട്ട് സമാധാനപ്രിയനാണ്. പക്ഷെ ദേഷ്യം വന്നാൽ കൈവിട്ട് പോകുന്നില്ല, അങ്ങനെയുള്ളവരാണ്. അത് പൊതുവെ എത്രത്തോളം സമാധാനിച്ചിരിക്കുന്നു അവരെ ദേഷ്യപ്പെടുത്തരുതെന്ന് അറിയാം. അവർ ദേഷ്യപ്പെട്ട അവർ പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് അറിയില്ല. ഓക്കെ. ഒരു ലൈഫിനെ ഒരു ഫിലിമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏത് ഫിലിം പറയും? ഇത് കേട്ടിട്ടുണ്ടല്ലേ കുറച്ച് ചോദ്യം ഞാൻ കേട്ടിരിക്കണു മുന്നേ. അതെ, എനിക്കറിയാം, പറഞ്ഞോ. അങ്ങനെ ഈ ചോദ്യത്തിന് പിന്നിലുള്ള വ്യക്തിക്ക് പർട്ടിക്കുലർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അദ്വൈതം സിനിമയില്ലേ, അതിൽ ലാലേട്ടന്റെ ഒരു ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടും. എന്താണ്, നല്ല കുത്താനായിരിക്കും, പറഞ്ഞു. അല്ല അത് ഇതാണ്, എന്താണ്, ഒരു പടുമുള പോലെ വളർന്നുകൊണ്ടായിരിക്കാം. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരെ വിഷമിക്കണ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട്. ഞാൻ അങ്ങനെയല്ല, എനിക്കൊരാള് വിഷമിക്കണ എനിക്ക് സങ്കടം വരും. എനിക്ക് ഫേക്ക് കണ്ണീരും ഒറിജിനൽ കണ്ണീരും ഒറിജിനൽ കണ്ണീര് കണ്ടാലും ചില സമയത്ത് വിഷമം വരില്ല എന്ന് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യും? എനിക്ക് വിഷമം വരും. ഇപ്പൊ പുറത്തുനിന്ന് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് റോട്ടിലൂടെ ഒക്കെ പോണ സമയത്ത് ഈ പ്രായമായ അമ്മമാര് സഞ്ചൊക്കെ പിടിച്ചു പോകണം, എനിക്ക് അമ്മേനൊക്കെ ഓർമ്മ വരും. അപ്പൊ ഒരു നിമിഷം ഞാൻ അങ്ങനെ ഇതാവും, സെന്റിയാവും മനസ്സിൽ ഇങ്ങനെ ഓർക്കും. കണ്ണീരിൽ വിശ്വാസമില്ല, ഇല്ല, പ്രത്യേകിച്ച് പെൺപിള്ളേരെ കണ്ണീര്. പെൺപിള്ളേരുടെ കണ്ണീരിൽ സത്യമുള്ള ഒരു കണ്ണീരാണെങ്കിലോ? എന്റെ അനുഭവത്തിൽ അങ്ങനെ സംഭവം അനുഭവത്തിൽ ഉണ്ടെന്ന് വെച്ചിട്ട് സത്യമുള്ള ഇതിനെതിരെ ഒരുപാട് ഇത് വരും, എനിക്കറിയാം. പക്ഷെ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എന്റെ മാത്രം അനുഭവം. മറ്റുള്ളവരെ എനിക്കറിയില്ല, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ ഫേക്ക് ആയിട്ട് കരയാറില്ല, അതല്ല എല്ലാവരും അതാ പറയാം. അപ്പം ഫേക്ക് ആയിട്ട് കരയാത്ത ആൾക്കാരും ഉണ്ട്, ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. അപ്പൊ എന്താ അതിൽ പറഞ്ഞേ, അങ്ങനെ ഒരു കണ്ണീര് കാണുമ്പോ വിഷമം. അതെന്താ വെച്ചാൽ എനിക്ക് എന്നെ ദ്രോഹിച്ചെന്ന് തോന്നുന്ന ആൾക്കാർ, പുള്ളി പറഞ്ഞത് അതാണ്. ലാലേട്ടന്റെ ക്യാരക്ടർ പറഞ്ഞാൽ ലാലേട്ടന്റെ അച്ഛൻ ആയിട്ട് അഭിനയ രാഘവൻ. അപ്പൊ പുള്ളി ഇവരെ ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഒരു സഹായം ചോദിച്ചു വരിക. അപ്പൊ ഇങ്ങനെ വിഷമം കാണുമ്പോൾ ലാലേട്ടന് ഭയങ്കര സന്തോഷം, ആ ക്യാരക്ടർ ഭയങ്കര സന്തോഷം. പുള്ളി ഇങ്ങനെ ദ്രോഹിച്ച ആൾക്കാർ വിഷമിക്കുന്ന കാണുമ്പോ സന്തോഷം വരും, ഭയങ്കര സന്തോഷം, ശരിക്കും സന്തോഷം വരും. പിന്നെ അതിപ്പോ ആർക്കല്ലാത്ത നിന്നെ ദ്രോഹിച്ചിട്ട് ഒരാള്, ഞാൻ എന്താന്നറിയോ, നന്മരൂപിയായ ദൈവമേ, ഉള്ളില് പ്രാഗും പുറമേ. എനിക്ക് പുറമേ ഉള്ളിൽ പുറമേ ഞാൻ പറയില്ല, ഉള്ളിൽ പ്രാഗി കൊടുക്കും. പക്ഷെ എനിക്ക് ഭയങ്കര സ്നേഹിച്ച ആൾക്കാരെ പ്രാകാൻ അറിയില്ല കേട്ടോ. അറിയില്ലല്ലേ? അതിപ്പോ ഞാൻ ഇന്നലെയാണോ മുതൽ ഞാൻ പഠിച്ചു വരുന്നു കോഴ്സ്. ഇനി ഞാൻ പഠിച്ചോളാം. പ്രാഗൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് കിട്ടിക്കോളും എന്നാണ്. കർമ്മയുണ്ടല്ലോ, അതന്നെ പ്രാഗ്, അതാണ് പ്രാഗ്. എന്നാ ഞാൻ എല്ലാരും പ്രാകാറുണ്ട്, ഇപ്പൊ പ്രാകാത്ത മനുഷ്യന്മാരില്ല. ഞാൻ പറയും, ഈ കർമ്മ അല്ലെങ്കിൽ ദൈവം കൊടുക്കും അങ്ങനെ വിശ്വസിക്കുന്ന ആളൊന്നല്ല ഞാൻ. നമ്മളൊരാൾ ദ്രോഹിച്ചാൽ തിരിച്ച് നമ്മൾ എന്നെ ദ്രോഹിക്കണം, അതാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളെ. ഇത് കാണുന്ന ആൾക്കാർക്ക് സൂക്ഷിക്കുക, ദ്രോഹിക്കാനൊന്നും നിൽക്കരുത്, തിരിച്ച് നേരിട്ട് വന്ന് ദ്രോഹിക്കും, അല്ലെങ്കിൽ പ്രാഗി കൊടുക്കും. അവസരം കിട്ടിയാൽ ഉറപ്പായി ദ്രോഹിക്കുക. എന്നെ ഒരാൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പ്രൊജക്ടുകൾ വരാനുണ്ട്, ഇനി ആവശ്യമുണ്ട്. ദ്രോഹിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ല.
എടാ എന്നെ ദ്രോഹിച്ചിട്ടല്ലേ തിരിച്ച് ദ്രോഹിക്കണേ, അതിപ്പോ എല്ലാരും ഇപ്പൊ എല്ലാരും ദ്രോഹിക്കാൻ വരില്ല, ഇനി അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ പിന്നെ കൂടെ കുത്തുന്ന ഏറ്റങ്ങള് കാര്യം നമ്മൾ അറിയൂല. അതാ പറഞ്ഞേ, അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് പോയി തിരിച്ചു കുത്താൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വേറൊരു ക്യാരക്ടർ പറഞ്ഞു വരുമ്പം ഒരു മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ കൂടെ പറഞ്ഞല്ലോ, സന്യാസിയായിട്ട് പോകുന്നേ. സന്യാസിയായിട്ടല്ല, അത് വേറെ ഒരു സാധനം. അതൊക്കെ സിനിമ ഇങ്ങനെയൊക്കെ സന്യാസിയായിട്ടൊക്കെ പോയിട്ട് എന്റെ എനിക്ക് അതാട്ടോ സത്യം പറയാം. സന്യാസിയായിട്ട് എന്റെ ഫ്യൂച്ചർ ഞാൻ ചില സമയത്ത് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു സമയത്ത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോ മറ്റേ ഈ സാധനം കാശിയിലൊക്കെ പോയിട്ട് ഇതായിരിക്കട്ടെ ആ ഒരു സംഭവം. വയസ്സാം കാലത്ത് കാശിയിലൊക്കെ ഇരിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ. ഞാൻ പറഞ്ഞേ, ഈ പലരും ട്രിപ്പ് പോണത് മൂന്നാറ്, കൊടൈക്കനാൽ അങ്ങനത്തെ വൈബല്ലേ. ഞാൻ പോവാ ശബരിമലയ്ക്ക. ഇത് ഞാൻ ഒരുവിധം എല്ലാ മാസവും വ്രതം എടുത്ത് പോകും. ട്രിപ്പല്ല, എനിക്ക് കിട്ടുന്ന ഒരു സുഖം വേറെ. പിന്നെ വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോയിരിക്കും. നാട്ടിൽ കോഴിക്കോടുള്ള സമയത്ത് തളിയിൽ ഒരു ദിവസം അതായത് അവിടെ ഉള്ള സമയത്ത് മാക്സിമം വൈകുന്നേരം ഞാൻ പോയിരിക്കും. കൊച്ചിയുള്ള സമയത്ത് ഇതുപോലെ കുറേ സ്പോട്ടുകളുണ്ട്, ഇതുപോലെ സമാധാനം കിട്ടുന്നത്. അത് ദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസത്തിൽ പോകണമെന്നല്ല, എനിക്ക് അവിടെ ഒരു പീസ്ഫുൾ. പിന്നെ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട് സമാധാനം കിട്ടാൻ. കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട് സർക്കിളിലായിരിക്കാം സമാധാനം. അതാണ്. പക്ഷെ ഞാൻ തരുന്ന സമാധാനത്തിനെ കുറിച്ച് എന്താണ് നല്ല സമാധാനം? വളരെ മികച്ച അഭിപ്രായം. അതെ, നല്ലോണം സമാധാനം തരാറുണ്ട്. അതെ, പക്ഷെ നല്ലത് മാത്രമേ പറയുള്ളൂ. ഈ ക്യാമറയുടെ മുന്നിൽ എന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. എന്നെ കുറിച്ച് മോശമൊന്നും പറയാനില്ല. നീ നല്ല സ്നേഹമുള്ളൊരു നല്ല സുഹൃത്താണ്. അതിന്റെ പ്രത്യേകം ഒന്നും മോശമൊന്നും പറയാനില്ല. പിന്നെ ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, ഇനി സീരിയൽ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ മൂവീസിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ലാത്ത ആരാളെ സീരിയൽ കണ്ടിന്യൂ ചെയ്യാനും വരുമാനമല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട മേഖലയാണ്. ഇപ്പം ഈ മേഖലയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് അങ്ങോട്ട് എൻ്റെ നാട് കോഴിക്കോടായതുകൊണ്ട് ട്രിവാൻഡ്രം വരെ തലേ ദിവസമൊക്കെ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ വിളിച്ച് പറയാം ഇതേവ ഡേറ്റായി ഓടി വന്നു. എനിക്ക് ട്രെയിനിൽ ടിക്കറ്റ് ഇട്ടാൻ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഇത്രൻ്റെ 2 പെട്ടിയും ബാഗൊക്കെ ആയിട്ട് പോയി ഈ അടുത്തുകൂടെ പോയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാർ ഓടിച്ച് പോകണ സമയത്ത് കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് പാതിരാത്രിക്ക് മഴയത്ത് വഴി കിടന്ന സിറ്റുവേഷൻ ഈ അടുത്താണ് കേട്ടോ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് സ്ട്രഗിൾ പറയുമ്പോൾ ഇന്നത് എണ്ണി പറയാൻ ഒരുപാടുണ്ട് എനിക്ക്. പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഇതിനിടയ്ക്ക്. ഇപ്പോൾ ചില സ്ഥലത്തെ ഫുഡുകൾ പറ്റില്ല, പ്രൊഡക്ഷൻ ഫുഡുകൾ ചിലത് പറ്റാറില്ല. അങ്ങനെ ഞാൻ കുറേ വയറിന് പ്രശ്നമായിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പരിക്കുകൾ പറ്റാറുണ്ട്. ഫൈറ്റിംഗ് സീൻ അത് ചെയ്ത് ഇപ്പോൾ ഈ അടുത്തും കൂടെ എൻ്റെ കൈക്കും കാലിനൊക്കെ ഓരോ ലിഗമെൻറ്റ് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ പറ്റും. ഇതൊക്കെ വേദന നമ്മൾ തന്നെയല്ല അനുഭവിക്കണേ. പിന്നെ ഒറ്റയ്ക്കുള്ള ഓട്ടമായിട്ട് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും വളർന്നു വരുന്നൊരു ചെറിയ കലാകാരനായിട്ട് അകത്ത് ഇതൊന്നും നിൽക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ വീട്ടിൽ പോകാൻ പറ്റാറില്ല, പോയാൽ തന്നെ 4 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. ഓട്ടം തന്നെ ഓട്ടം. ഇനി ചോദിക്കുകയാണെങ്കിൽ ഈ ഓണത്തിൻ്റെ ഇപ്പോൾ ഓണമൊക്കെ വരണമുണ്ട്, ഈ ഓണക്കാലത്തെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ എന്ത് പറയും? എസ്പെഷ്യലി നമ്മുടെ മലബാറിലൊക്കെ അല്ലേ നമ്മൾ ഓണത്തിന് ഭയങ്കര ഒരു പ്രാധാന്യം കൊടുക്കുന്ന. എപ്പോഴാണ് ഓണത്തിന് എങ്ങനെയാണ് സെറ്റിലായിരിക്കുമോ അതോ എവിടെ ഉണ്ടാവാറോ അതോ ഒറ്റയ്ക്കിരിക്കുമോ? ഓണത്തിനും വിഷുവിനും ഇന്നേ വരെ ഞാൻ സെറ്റിൽ ഉണ്ടായിട്ടില്ല. എവിടെ ഉണ്ടാവും? കാശിയിലൊന്നും പോയി അല്ല ഞാൻ ഒന്നെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ ഇടയ്ക്ക് നല്ല ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ഓണം ഞാൻ അവരുടെ കൂടെ ആഘോഷിച്ചത് തിരുവനന്തപുരത്ത്. പലപ്പോഴും ഓണം വിഷു ആഘോഷിക്കാറ് വീട്ടിലൊക്കെ തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, വീട്ടിലൊക്കെ എപ്പോഴും ഓരോ ഇതായിട്ട് കാര്യം പേഴ്സണലായിട്ട് കുറച്ച് ഇതുള്ളതുകൊണ്ട് അങ്ങനെ പോവാറില്ല പലപ്പോഴും. അതെ, അതാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി പറയുകയാണ്, ചെറുപ്പത്തിലായിരുന്നോ നല്ല മെമ്മറി അതോ ഇപ്പോഴാണ്? ചെറുപ്പത്തിൽ അത് മാത്രമേ ഉള്ളൂ മെമ്മറി ആയിട്ട്. വളർന്നു കഴിഞ്ഞപ്പം ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയ അങ്ങനെ ഇപ്പോൾ ഒരു ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല, ആഘോഷിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് എല്ലാ ദിവസവും ഓണം പോലെ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ആൻഡ് ഫാൻസിൻ്റെ അടുത്തൂടെ സ്നേഹിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്നത്. അത്രേ ഉള്ളൂ. അതായത് അത്രേ ഉള്ളൂ, സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. എന്താ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്നതല്ല ഒന്നും. ഈ ഔട്ട്ലുക്ക് കണ്ടിട്ടൊന്നും ആരും വിലയിരുത്താനോ സ്നേഹിക്കാനോ അല്ലേ സഹായിക്കാനോ ഒന്നും പോണ്ട. ഒക്കത്തിനും ഓരോ. അതെ, നമ്മളൊരു എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു ആർട്ടിസ്റ്റിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കലയെ സ്നേഹിക്കുക അല്ലേ, അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം വിമർശനം ഉണ്ടെങ്കിൽ അതിടുക. അല്ലാതെ ഇപ്പം ഒരാളെ ഒരിക്കലും കോർണർ ചെയ്തിട്ട് കമൻറ്റ് ഇടാനും പാടില്ല. ഇപ്പോൾ ഈവൻ ഈ ഇൻ്റർവ്യൂ ആയാലും പോലും ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ, ഞാൻ പറയില്ല, പലരും പല തോട്ട്സുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഞാനിപ്പോൾ മലയാളത്തിൽ പറയാൻ മടിയിരുന്നു, എന്നാലും നമ്മൾ പറയുന്നതായിരിക്കില്ല ഇവർ കേൾക്കുക. ഇവരെ കേട്ടിട്ട് അങ്ങ് പോയിട്ട് ഇവൻ അങ്ങനെ പറഞ്ഞു,
ഇത് ആരിപ്പത്തേക്ക് ഇവൻ ഏതാ ഈ മൊണ്ണ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ പല കമ്പനി കണ്ടി. ചിലപ്പോൾ എന്നെ അറിയാത്തവരുണ്ടാവാം. ഞാൻ അത്ര വലിയ ഫേമസും അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഒരുപാട് ചേച്ചിമാർക്ക് അറിയാം, അമ്മമാർക്ക് അറിയാം. അതെ. അപ്പോൾ അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവർ യൂട്യൂബ് കണ്ടിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ കാണാത്ത ആൾക്കാരേക്ക് ഇത് ചിലപ്പോൾ കാണുന്നവ, എന്നെ അറിയാത്ത ആൾക്കാരെ കാണേണ്ടവ. എല്ലാവരോടും എന്താ പറയുക, ഒറ്റ ഇത് ഒന്നോ രണ്ടോ ഇത് വെച്ചിട്ട് ഒന്നും ആരും വിലയിരുത്താതിരിക്കുക, വല്ലാണ്ട് പേഴ്സണൽ ലൈഫിലോട്ട് കയറി ചെല്ലാതിരിക്കുക, വരാതിരിക്കുക. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനൊരു എൻ്റെതായ രീതിക്ക് പോകുന്ന ഒരാളാണ്. ഓക്കെ. എന്തായാലും സുഗമോ ദേവി ഒരു 1000 എപ്പിസോഡിന് മേലെ അല്ലേ? 1000 എപ്പിസോഡായി. 1032 എപ്പിസോഡ്. വളരെ അപൂർവം സീരിയലാണ് ഈ പറയുന്ന 1000 എപ്പിസോഡ്. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ചില സീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കാലത്തെ സീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് എപ്പിസോഡ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സീരിയലാണ്. അതിൽ ആർട്ടിസ്റ്റിന് തന്നെ അതുപോലത്തെ സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ കോമൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഋഷി. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സുഹൃത്തായിട്ടല്ല, അല്ലാതെ തന്നെ ഞാൻ പറയാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഒരുപാട് കഴിവുണ്ട്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴത്തെ ഒരു ആക്ടിങ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നല്ല അവസരം വരട്ടെ. ചിരിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാണ് ചിരിക്കുന്നു. ഇനി പറയാം, എൻ്റെ ഇൻ്റർവ്യൂവിലുള്ള പക്വതയെക്കുറിച്ച് എന്നെ പറ്റി എന്തെങ്കിലും ഒന്ന് പോഴ്ത്തി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോളൂ. അതായത് ഇത് ഡെയിലി ചെയ്യുന്ന കാര്യമല്ലേ അല്ലേ? അതിനൊരു എക്സ്പീരിയൻസ് ഓൾറെഡി ഇപ്പം ഡെയിലി ആക്ട് ചെയ്യുന്ന ആൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതും കൂടെ ഞാൻ പറയട്ടെ. ഇപ്പോൾ പറഞ്ഞ എന്താ കഴിവുള്ള അല്ലേ? ഈ കഴിവൊക്കെ എൻ്റെ ഡയറക്ടർ കഴിവാണേ. കാരണം എന്നെ സംബന്ധിച്ച് മാസത്തിൽ 1-2 ദിവസം പോയി ഷൂട്ട് ചെയ്യുന്ന ആളെ ഞാൻ. ഇത് ഒരു ദിവസം 5-6 എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഓരോ ക്യാരക്ടർ ആകുമ്പോൾ അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. എക്സ്പീരിയൻസ് കുറവ് നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു വർക്കൊക്കെ ചെയ്താൽ ഏതാൾക്കും തെളിഞ്ഞു വരാം. അപ്പോൾ നീ ഡെയിലി ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ വേറെ പുറത്തുനിന്നൊരു കമൻറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. സെറ്റാണ്, ഓക്കെയാണ്. എന്തായാലും കൂടെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. രശ്മി ചേച്ചിയും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കോംബോ ആയിട്ടുള്ളത് അല്ലേ രശ്മി ചേച്ചിയുടെ ഒക്കെ കൂടെയാണ്, രശ്മി ബോബൻ്റെ കൂടെയാണ്, അമ്മയായിട്ട്. ഇനി ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. ഇനി പുതിയതായിട്ട് വരുന്ന പ്രൊജക്ട്സ് ഒക്കെ 1000 എപ്പിസോഡിന് മേലെ പിന്നിടട്ടെ. ഇനി കരിയറിനെ ഒന്നും ഒരു രീതിയിലും ബാധിക്കാതിരിക്കട്ടെ. നമ്മൾ വീണ്ടും ഇരിക്കും. അതെപ്പോഴാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിയുന്ന സമയത്ത് നമ്മൾ എന്തായാലും തീർച്ചയായും വീണ്ടും ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതായിരിക്കും. അപ്പം നല്ല സ്മൈലിംഗ് ഫേസോടെ ഇരിക്കാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വീണ്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റട്ടെ. ഒരുപാട് പുതിയ പ്രൊജക്ട്സിൻ്റെ വിശേഷങ്ങളായി. താങ്ക് യു.